ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പെയേഴ്സ് എന്ന ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, കാണുക. ഇനി അതിലെ ലാസ്റ്റ് ഭാഗം മോർ പെയേഴ്സ്, കൂടുതൽ ജോഡികൾ എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. അതായത് ഒരു ക്ലാസ്സിൽ 10A എന്ന ക്ലാസ്സിൽ 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്. അപ്പോൾ ഇൻ എ ക്ലാസ് 10A there are 30 ബോയ്സ് ആൻഡ് 20 ഗേൾസ്. അപ്പോൾ 10A എന്ന ക്ലാസ്സിൽ 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്. ഇനി അതേപോലെ ഇൻ 10B there are 15 ബോയ്സ്, 15 ബോയ്സും അതേപോലെ 25 ഗേൾസും ആണ് ഉള്ളത്. വൺ സ്റ്റുഡൻറ് ഈസ് ബി സെലക്റ്റഡ് ഫ്രം ഈച്ച് ക്ലാസ്. അതിലത്തെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഒന്ന് സെലക്ട് ആവുകയാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? ആ സെലക്ഷനിൽ രണ്ട് കുട്ടികളും പെൺകുട്ടി ആവാനുള്ള ചാൻസ് എന്താണ്? അതായത് 10A കുട്ടി സെലക്ട് ചെയ്ത് 10B കുട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും പെൺകുട്ടി ആവാനുള്ള ചാൻസ് ആണ് ആദ്യം നമ്മളോട് എന്ത് ചെയ്തിരിക്കണത്, ചോദിച്ചിരിക്കണത്. അപ്പോൾ ആകെ നമ്മൾ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. 10A ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 20 + 30 + 20 50 കുട്ടികൾ. 10B 15 + 25 40 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആകെ എത്ര പെയേഴ്സ് വരുന്നു കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ സംഖ്യയാണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പെയറുകൾ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര ഉണ്ട്? 50ഉം 40ഉം. 50ഉം 40ഉം നമ്മൾ എന്ത് ചെയ്യുക, ഗുണിച്ചാൽ മതി. അപ്പം 50 × 40 സമം 5 × 4 20, 2 zeros ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടല് 2000 ചാൻസസ് ആണ് ഉള്ളത്. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ് രണ്ടും പെൺകുട്ടികൾ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ എത്രയെന്ന് അറിയാം, 2000. അതേ എഴുതി. രണ്ട് ക്ലാസ്സിലും എത്ര വേണം? രണ്ടും പെൺകുട്ടികളാവണം, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10A പെൺകുട്ടികളുടെ എണ്ണം 20, 10B പെൺകുട്ടികളുടെ എണ്ണം 25. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം ആകെ കണ്ടുപിടിക്കാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ 20 × 25 ഗുണിക്കുക. 20 × 25 ഗുണിച്ചു കഴിഞ്ഞാൽ 500 കിട്ടും. അപ്പോൾ 500/2000. ഇനി ഈ 2 സീറോയും വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി 5/20. 5/20 പറയുമ്പോൾ 1 × 5 5, 5 × 4 20. 1/4 രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത. രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബീയിങ് ബോയ്സ്? രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബോയ്സ്, രണ്ടും ആൺകുട്ടികൾ. ഇപ്പോൾ ചെയ്ത് അതേ രീതിയിൽ തന്നെ ചെയ്യുക. ടോട്ടൽ എത്ര ഉണ്ട്? 2000. അതിൽ രണ്ടും ബോയ്സ് ആവണം. അപ്പോൾ ഇവിടെ എത്രയാണ്? 30 ബോയ്സ് 10A, 10B 15 ബോയ്സ്. അപ്പോൾ 30 × 15 എത്ര വരും? 450 വരിക. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി എഴുതാം. 450/2000. ഈ സീറോയും വെട്ടിപ്പോയി. ബാക്കി 45/200 വരിക. ഉത്തരം 9/40 എന്ന് വരും. 9/40. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്ത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ? അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ ഒരു ബോയും ഒരു ഗേൾ ആവാം, അല്ലെങ്കിൽ തിരിച്ച് ഒരു ഗേളും ഒരു ബോയ് ആയാലും സെയിം തന്നെയല്ലേ. അപ്പോൾ ഒരു ബോയും ഒരു ഗേളും, ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു ബോയും സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളും. ഇനി അതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് 10A ഒരു ഗേളും സെക്കൻഡ് 10B എന്താവാം
ഒരു ബി ആയാലും കറക്റ്റ് തന്നെയാണ് അല്ലേ? ഒരു ഗേളോ അല്ലെങ്കിൽ ഒരു ബോയോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യം ആകെ എത്ര ചാൻസ് ബോയ്സും ഒരു ബോയും ഒരു ഗേളും ആവുമ്പോൾ ആകെ എത്ര പ്രോബിലിറ്റി ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ബോയും ഒരു ഗേളാവാം, അല്ലെങ്കിൽ ഒരു ഗേളും ഒരു ബോയ് ആവാം, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ ഒരു ബോയും ഒരു ഗേളും, അപ്പോൾ 10 ഒരു ബോയ്, അപ്പോൾ 30 ഇൻറ്റു 10 ബിന്ന് ഒരു ഗേള് എടുക്കുമ്പോൾ 25 പ്ലസ് 10 ഒരു ഗേളാവാം, അപ്പോൾ 20 ഇൻറ്റു 10 ബിന്ന് ഒരു ബോയ് ആവാം 15. അപ്പോൾ ആകെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രോബിലിറ്റി കിട്ടും, ഒരു ഗേളും ബോയും ആവാനുള്ള നമ്പർ ടോട്ടൽ എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും 30 × 25 ഗുണിച്ചാൽ 750 പ്ലസ് 20 × 15 300. അപ്പോൾ 750 പ്ലസ് 300 1050 കിട്ടും. ഇനി നമുക്ക് പ്രോബിലിറ്റി അല്ലേ വേണ്ടത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഒരു ബോയ് ഒരു ഗേൾ, അല്ലെങ്കിൽ ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു ബോയ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലാസ് ഉണ്ട് തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1050. അപ്പോൾ 1050 ടോട്ടൽ എത്ര പിള്ളേരുണ്ട്? 2000. അപ്പോൾ ഈ ഒരു 0 വെട്ടിപ്പോയാൽ ബാക്കി 105/200. അതെന്ന് പറഞ്ഞാൽ 21/40 ആയിരിക്കും ഒരു ഗേളും ഒരു ബോയും ആവാനുള്ള സാധ്യത. 4ാമത്തെ ചോദ്യം, ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്ത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്? ഒരു ബോയെങ്കിലും ആയാൽ മതി, ഒന്നിൽ കൂടുതൽ ബോയ് ആയ എന്തില്ല, കുഴപ്പമില്ല. ഒരു ബോയ് ആവാനുള്ള ചാൻസ് നമ്മൾ 3ാം ചോദ്യത്തിൽ നമുക്ക് കിട്ടി. ആകെ ഒരു ബോയ് ആവാനുള്ളത് 1050 ആണ്. 1050. 2 ബോയ് ആയാലും എന്തില്ല, കുഴപ്പമില്ല. 2 ബോയ് ആവാനുള്ള ഉത്തരം നമുക്ക് സെക്കൻഡ് ചോദ്യത്തിൽ കിട്ടിയിട്ട് എത്രയാണ്? 450. അപ്പോൾ 1050ഉം 450ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 1500 കിട്ടും. നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ബോയ്, പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ആൺകുട്ടിയെങ്കിലും ആവാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എങ്കിലും ടോട്ടല് 2000 1500. 20ഉം ഈ 2 0യും ഈ 2 0യും ക്യാൻസലായി, ബാക്കി 15/20. 3 × 5 15, 4 × 5 20. അപ്പോൾ 15, 3 × 5 15. അപ്പോൾ 3/4 × 5 20 4. 3/4 ആയിരിക്കും ഒരു ആൺകുട്ടിയെങ്കിലും ആവാനുള്ള സാധ്യത. ഇതാണ് 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 2ാമത്തെ ചോദ്യം, ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. 1 ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. അതിൽ ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബീയിങ് ദ സെയിം? ഇതിലെ 2 അക്കങ്ങളും തുല്യമാവാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 അക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് തുടങ്ങുന്നത്? 10ൽ നിന്ന് 2 അക്കം അവസാനിക്കുന്നത് 99 വരെ അല്ലേ? അപ്പോൾ 10 മുതൽ 99 വരെ ടോട്ടൽ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പേഴ്സ്, ആകെ സംഖ്യകൾ എത്ര ഉണ്ടെന്ന് അത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ലാസ്റ്റ് ഡിജിറ്റ് മൈനസ് ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് 1 ചെയ്താൽ മതി. അതായത് 99 മൈനസ് 10 പ്ലസ് 1. 99 നിന്ന് 10 പോയ എത്രയാണ്? 9. 8 9 നിന്ന് പോയ 8, 89. 89 കൂടെ 1 കൂട്ടി എത്ര കിട്ടി? 90 കിട്ടി. നമ്മൾ ഫസ്റ്റ് പാഠത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അരിത്തമാറ്റിക് സീക്വൻസിൽ എങ്ങനെ കണ്ടുപിടിക്കുക? ലാസ്റ്റ് ഡിജിറ്റ് മൈനസ് ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് 1. അപ്പോൾ നമുക്ക് കിട്ടി 90 എന്ന് കിട്ടി. നമ്മുടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2 അക്കങ്ങളും തുല്യമായി വരണം. ഈസിയാണ്. ഏതൊക്കെയാണ്? 11, 22, 33, 44, 55, 66, 77, 88, 99. 2 അക്കങ്ങളും തുല്യമായി. അപ്പോൾ നമുക്ക് എഴുതാം പ്രോബിലിറ്റി ഓഫ് 2 ഡിജിറ്റ്സ് ആർ ഈക്വൽ. 2 അക്കവും തുല്യം. അപ്പം മൊത്തം 1 2 3 4 5 6 7 8 9 എണ്ണം. അപ്പോൾ 9/90 കിട്ടും. 1 × 9 9, 10 × 9 90.
അപ്പോൾ 9 9 ക്യാൻസലായി. ബാക്കി 1/10 രണ്ട് നമ്പറും തുല്യമാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ചോദ്യം, ഇതിലെ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എത്രയാണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാവണം. ഇപ്പോൾ ആദ്യ രണ്ടക്ക സംഖ്യ എടുത്ത് 10 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുത്. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തെ വലുതാണ്. ഇവിടെ 0 ചെറുതാണ്, 1 വലുതാണ്. അപ്പോൾ ആദ്യത്തെ അക്കം എന്താണ്? 1 പറ്റും. ഇനി രണ്ടാമത് നോക്കുമ്പോൾ 11 പറ്റില്ല, 12 ഒന്നും പറ്റില്ല, 13 പറ്റില്ല. ആദ്യത്തെ അക്കം എന്താവണം? വലുതാവണം. അപ്പം ഇനി ആദ്യത്തെ അക്കം 1 വരുന്നതിൻ്റെ കഴിഞ്ഞു. ഇനി പിന്നെ 20 നോക്കുക. 20 എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അക്കം വലുതും രണ്ടാമത്തെ അക്കം ചെറുതാ. അപ്പം 20 പറ്റും. 21 പറ്റും. ആദ്യത്തെ അക്കം വലുത്, രണ്ടാമത്തെ അക്കം ചെറുത്. 23 പറ്റുമോ? ഇല്ല, രണ്ടാമത്തെ അക്കം വലുത്, രണ്ടാമത്തെ അക്കം എന്താവണം? ചെറുതാവണം. അപ്പോൾ 23 മുതലുള്ള ഒരു നമ്പറും എന്ത് ചെയ്യില്ല? പറ്റില്ല. ഇനി 30 എടുത്ത് നോക്കുക. 30 എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അക്കം വലുതായി, രണ്ടാമത്തെ അക്കം എന്തായി? ചെറുതായി. അപ്പോൾ ഇത് പറ്റും. 31 നോക്കി നോക്കുക. ആദ്യത്തെ അക്കം വലുത്, രണ്ടാമത്തെ അക്കം ചെറുത്. ഇത് പറ്റും. 32 അതും ചെയ്യണം. ആദ്യത്തെ അക്കം വലുത്, രണ്ടാമത്തെ അക്കം ചെറുത്. 33 പറ്റുമോ? ഇല്ല, രണ്ടക്കം സെയിം ആയി. 34 പറ്റുമോ? ഇല്ല. അപ്പോൾ 30 എത്ര എണ്ണം വന്ന്? എത്ര? 3 എണ്ണം വന്ന്. ഇനിയിപ്പോൾ 40 നോക്കി നോക്ക്. ഇതിൽ 10 വരുമ്പോൾ ഒരെണ്ണം വന്ന്. ഇതിൽ ഈ 20 ടേംസിലൊക്കെ വരുമ്പോൾ 2 എണ്ണം വന്ന്. 30 ടേംസിൽ വന്നപ്പോൾ 3 എണ്ണം വന്ന്. അപ്പോൾ 40 ടേംസ് വരുന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വരും? 4 എണ്ണം വരും. ഏതൊക്കെ? 40 പറ്റും, 41, 42, 43, 44 പറ്റില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ എഴുതി പോകുമ്പോൾ ഞാൻ 5ാമത്തേൽ എഴുതുമ്പോൾ 50 ടേംസുകളിൽ വരുമ്പോൾ ആദ്യത്തെ അക്കം 5 വരുമ്പോൾ 5 എണ്ണം, ഫസ്റ്റത്തെ അക്കം 6 ആവുമ്പോൾ 6 എണ്ണം, 7 ആവുമ്പോൾ 7 എണ്ണം, അങ്ങനെ 9 വരെ പറ്റും. അപ്പോൾ 9 അക്കം വരെ നമുക്ക് പറ്റും. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് ആദ്യത്തെ അക്കം വലുതും രണ്ടാമത്തെ അക്കം ചെറുതും ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. എ ഗ്രേറ്റർ ദാൻ ബി പറഞ്ഞാൽ ആദ്യത്തെ അക്കം വലുതും രണ്ടാമത്തെ അക്കം ചെറുതുമായിട്ട് വരുന്ന പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടല് 1 മുതൽ, അതായത് 1 + 2 + 3 + 4 എക്സെട്ര അപ് ടു 9 വരെ കൂട്ടി നോക്കുക. ടോട്ടൽ എത്ര നമ്പേഴ്സ് വരും? 45 നമ്പേഴ്സ് വരും. നമുക്ക് പ്രോബിലിറ്റി എഴുതാം. 45/90 ആണ് ടോട്ടൽ നമ്പേഴ്സ് രണ്ടൊക്കെയുള്ളത്. 45/90. 45/90 എന്ന് പറഞ്ഞാൽ 1 × 45 45, 2 × 45 90. 45 45 ക്യാൻസലായ ബാക്കി 1/2 ആണ് ആദ്യത്തെ അക്കം വലുതും രണ്ടാമത്തെ അക്കം ചെറുതുമാവാനുള്ള സാധ്യത. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ബീയിങ് സ്മോൾ? മൂന്നാമത്തെ ചോദ്യം, ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത. നമ്മൾ നേരത്തെ ചെയ്തതിൽ ആദ്യത്തെ അക്കം വലുതും രണ്ടാമത്തെ അക്കം ചെറുതുമായിട്ടുള്ളതായിരുന്നു. തിരിച്ചിട്ട് എന്താ ചോദിച്ചിരിക്കണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ആദ്യത്തെ അക്കം ചെറുതും രണ്ടാമത്തെ അക്കം എന്താവണം? വലുതുമായിട്ടുള്ളത്. ഈ ചോദ്യം ആദ്യത്തെ സംഖ്യ ചെറുതും രണ്ടാമത്തെ സംഖ്യ എന്താവണം? വലുതുമാവണം. നേരത്തെ പറഞ്ഞതിൽ നേരെ ഓപ്പോസിറ്റ്. അപ്പം അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യത്തേൽ രണ്ടും സെയിം ആയി വരുന്ന സംഖ്യ മൂന്നത്തെ കണക്കിൽ ഒന്നാം ചോദ്യത്തിൽ എത്ര കിട്ടിയത്? ഒന്നാം ചോദ്യത്തിൽ 9 എണ്ണം വന്ന് 9/90 എഴുതി. ഈ രണ്ടാം ചോദ്യത്തിൽ ആദ്യത്തെ സംഖ്യ വലുതും രണ്ടാമത്തെ സംഖ്യ ചെറുതും ആവാനുള്ള ചാൻസ് 45 എണ്ണം ഇടുന്നത്. 9ഉം 45ഉം. ഇനി ബാക്കിയുള്ള എല്ലാ സംഖ്യകളും ആദ്യത്തെ അക്കം ചെറുതും രണ്ടാമത്തെ അക്കം വലുതുള്ളതായിരിക്കും. അപ്പം എന്ത് ചെയ്താൽ മതി? ആദ്യം 45ഉം 90ഉം 45ഉം അതേപോലെ തന്നെ 9ഉം തമ്മിൽ കൂട്ടുക. 9 കഴിഞ്ഞാൽ 10 11 12 11 14, ബാക്കി 1, 4 1 5, 54 എണ്ണം കിട്ടി. ഇനി രണ്ടാമത്തെ അക്കം വലുതും ആദ്യത്തെ അക്കം ചെറുതായത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്രയെന്ന് അറിയാം? 90.
ആ 90 ഈ രണ്ട് സംഖ്യയും കുറച്ച്, അതായത് 54 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്തായിരിക്കും? ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായിരിക്കും. അപ്പോൾ 90 54 പോയി കഴിഞ്ഞാൽ 36. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും പ്രോബിലിറ്റി ഓഫ് ദ എ ലെസ് ദാൻ ബി. അർത്ഥം രണ്ടാമത്തെ സംഖ്യ വലുതും ഒന്നാമത്തെ സംഖ്യ എന്താവണം? ചെറുതുമായിട്ട്. നമുക്ക് എഴുതാം 36/90. 36/90 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 36/90ന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 36ഉം 90ഉം പോണ ഗുണന പട്ടിക നോക്കണം. 36/90 ചെറുതാക്കുമ്പോൾ 4/10. 4/10 എന്ന് പറഞ്ഞാൽ ചെറുതാക്കിയ 2/5 ആണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള 2 പകിടകൾ ഒന്നിച്ചിടുന്നു. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാവാം? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണ്? 2 die with faces numbers from 1 to 6 are rolled together. What are the possible sum? Which of these sums has the maximum probability? 2 ഡൈസ് ഉണ്ട്. ആ 2 ഡൈസ് എറിയുമ്പോൾ കിട്ടാനുള്ള സാധ്യതകൾ കണ്ടുപിടിക്കണം. അവയുടെ സമ്മും കണ്ടുപിടിക്കണം. അതിട്ട് കഴിഞ്ഞാൽ സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത കിട്ടുന്നത് ഏത് തുകയ്ക്കാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആകെ ഒരു ഡൈസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ എത്ര ഡൈസ് എറിയുന്നുണ്ട്? 2 എണ്ണം. അപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ എറിയുമ്പോൾ നമുക്ക് ആദ്യം എന്ത് തുക കിട്ടണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം 1 1 എടുക്കുക. അപ്പോൾ ആദ്യത്തെ പേര് എഴുതി 1 1. അതിൻ്റെ തുക എത്രയാണ്? 2. അടുത്ത് നമ്മൾ എടുക്കുക 1 2. 1 2 തുക 3. അപ്പോൾ 1 2. അടുത്ത് 1 3 എടുക്കും. അതിൻ്റെ തുക 4. അടുത്തത് 1 3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര എടുക്കുക? 1 4 എടുക്കും. 1 5 എടുക്കും. 1 6 എടുക്കും. 1 6 വരെ എടുക്കും. അപ്പോൾ ഇതിന് തുക നോക്കുമ്പോൾ 1 4 5 ഇവിടെ 6 ഇവിടെ 7. ഇനി ഈ തുകകൾ വരുന്നൊക്കെ ഓരോ പേരാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. 1 2 3 തിരിച്ച് 2 1 എടുത്താൽ എത്ര തന്നെയാണ്? 3. ഇനി 4 കിട്ടണം. 2ൻ്റെ ആകെ 1 1 ഉള്ളൂ. ഇനി 4 കിട്ടണമെങ്കിൽ 1 3 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 3 1 വരും അല്ലേ? പിന്നെ എത്ര വരിക? 2 2 കിട്ടും. ആ ഡൈസ് നോക്കിക്കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാം. 2 2. ഇനി 5 കിട്ടണം. 1 4 കിട്ടും. അപ്പം തിരിച്ചിടുക 4 1 കിട്ടും. പിന്നെ 2 3 കിട്ടും. 3 2 കിട്ടും. 2 3 അതേപോലെ തന്നെ 3 2 കിട്ടും. അപ്പോൾ മൊത്തം 4 എണ്ണം വരും. ഇനി 6 വരണം. അപ്പോൾ 1 5 കിട്ടും. 5 1 കിട്ടും. പിന്നെ 6 കിട്ടാനുള്ളത് 3 3 കിട്ടും. 2 4 കിട്ടും. 4 2 കിട്ടും. മൊത്തം 1 2 3 4 5 എണ്ണം ആണ് 6 കിട്ടാനുള്ളത്. ഇനി 7 കിട്ടാനുള്ളത് താഴ്ത്തിക്ക് എഴുതുന്നുണ്ട്. 1 6 കിട്ടും. അതേപോലെ തന്നെ 6 1 കിട്ടും. 2 5 കിട്ടും. 3 4 കിട്ടും. 4 3 കിട്ടും. 5 2 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 2 5 5 2. ഇത് ഞാൻ പറഞ്ഞു പോയത് എങ്ങനെ പോയിട്ടത് എണ്ണീട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? എണ്ണീട്ട് എഴുതുക. അപ്പോൾ 6 വരെ കിട്ടി. തുക 7 ആയി. ഇനി നമുക്ക് എന്ത് വേണം? 8 കിട്ടുന്നത് നോക്കണം. 8 കിട്ടുന്നത് തുക കിട്ടുന്നത് ഉണ്ട്. 2 6 തുക എത്ര കിട്ടും? 8 കിട്ടും. ഇനി തുക 8 കിട്ടുന്നത് 2 6. പിന്നെ 3 5 4 4 5 3 6 2 ഇത്രയാണ് തുക 8 കിട്ടുന്നത് ഉണ്ടാവുക. ഇനി 9 കിട്ടുന്നതുണ്ട്. 3 6 9 5 4 അല്ലെങ്കിൽ 4 5 9 5 4 9 6 3 9. ഇനി 10 കിട്ടുന്നതുണ്ട്. 6 4 6 10 6 4 10 5 5 10. 11 കിട്ടുന്നത് ഉണ്ട്. 5 6 11 6 5 11.
12 കിട്ടുന്നത് കൂടി ഉണ്ടാവും. അവസാന നമ്പർ ഏതാണ്? 6, 6. ഇനി എന്ത് ചെയ്യാണ് വേണ്ടത്? ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും? 2 ഡൈസ് എറിയുമ്പോൾ കണ്ടുപിടിക്കാൻ ഇവിടെ 6 എണ്ണം, ഇവിടെ 6 നമ്പർ. അപ്പോൾ 6 × 6 36 ചാൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ എത്ര ചാൻസ് ഉണ്ട്? ഇവിടെ 1 എണ്ണം, 1. അപ്പോൾ 1/36. അടുത്തതിൽ 2/36. അടുത്തതിൽ 3/36, 4/36, 5/36, 6/36. ഇവിടെ 1, 2, 3, 4, 5. 5/36. അടുത്തതിൽ 4/36. അടുത്തതിൽ 3/36. അടുത്തതിൽ 2/36. ലാസ്റ്റ് 1/36 ചാൻസ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഏറ്റവും കൂടുതൽ സാധ്യത കിട്ടാനുള്ളത് ഇതിനാണെന്ന്. ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനാണ്. 6/36. തുക എത്ര വരുന്നത്? 7 കിട്ടുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് ചോദിച്ചിട്ട് എന്താണ്? വിച്ച് ഓഫ് ദീസ് സം ഹാസ് ദ മാക്സിമം പ്രോബിലിറ്റി? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണ്? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണ്? 7. 7 ഏറ്റവും കൂടുതൽ സാധ്യത വരാനുള്ള സംഖ്യ, തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 4ാമത്തെ ചോദ്യം, ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുണ്ട്. 2ാമത്തെ പെട്ടിയിൽ 5ൻ്റെ ഗുണിതങ്ങൾ എത്ര വരെ ഉണ്ട്? 25 വരെ എണ്ണം എഴുതിയിട്ടുണ്ട്. 2ൽ നിന്നും ഓരോ കഷ്ണം പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 1ാമത്തെ ചോദ്യം, 2ഉം ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? 2 പെട്ടിയിൽ നിന്നും സംഖ്യ എടുത്തു കഴിഞ്ഞാൽ എത്ര വേണം? എന്താവണം? ഒറ്റ സംഖ്യ ആവണം. പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ. അതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ 2ഉം ഒറ്റ സംഖ്യ ആവാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ ഒറ്റ സംഖ്യകൾ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം. ആ പെട്ടിയിൽ ആകെ എത്ര ഉണ്ട്? 10 എണ്ണം. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും 5/10. 5/10 എങ്ങനെ ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറുതാക്കിയാൽ 1/2 കിട്ടും. ഇതാണ് 1ാമത്തെ പെട്ടിയിലത്തെ. 2ാമത്തെ പെട്ടിയിലുള്ള ഒറ്റ സംഖ്യകൾ എത്ര ഉണ്ട്? 3 എണ്ണം. എത്ര എണ്ണം? അത് 3 എണ്ണം ഉണ്ട്. ആകെ എത്ര സംഖ്യകളുണ്ട്? 5 എണ്ണം. അപ്പോൾ 2ാമത്തെ പെട്ടിയിൽ നമുക്ക് എഴുതാം 3/5. അപ്പോൾ 1ാമത്തെ പെട്ടിയിലെ ഓഡ് നമ്പേഴ്സ് 1/2, സെക്കൻഡ് ബോക്സ് ഓഡ് നമ്പർ 3/5. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 1/2 ഇൻറ്റു 3/5. 1 × 3 3, 2 × 5 10. നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പർ ഈക്വൽ ടു 2ഉം ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത 3/10. ആദ്യത്തെ ബോക്സത്തെയും 2ാമത്തെ ബോക്സും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പോൾ 3/10 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 2ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 2ാമത്തെ ചോദ്യം, ഈ കടലാസുകളിൽ എഴുതിയ സംഖ്യകളുടെ ഗുണനഫലം ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എന്ത്? ഈ കടലാസുകൾ എഴുതിയത് അല്ലേ? അപ്പോൾ 2ാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് 2 സംഖ്യ എന്താവണം? ഒറ്റ സംഖ്യ ആവണം. 2ാമത്തെ ചോദ്യം ഗുണനഫലം ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണെന്നാണ്. ഗുണനഫലം ഒറ്റ സംഖ്യ ആവണമെങ്കിൽ 2ന്നും എടുക്കുന്ന സംഖ്യകൾ എന്തായിരിക്കണം? ഒറ്റ സംഖ്യ ആയിരിക്കണം. ഒന്നും കൂടി പറയാം, നമുക്ക് ഗുണനഫലം ഒറ്റ സംഖ്യയായി കിട്ടണമെങ്കിൽ ഗുണിക്കുന്ന 2 സംഖ്യയും എന്തായിരിക്കണം? ഒറ്റ സംഖ്യ ആയിരിക്കണം. അതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? 1ാമത്തെ ചോദ്യം ചെയ്തിരിക്കണത്. 1ാമത്തെ ചോദ്യത്തിൽ എന്ത് ചെയ്ത്? ഒറ്റ സംഖ്യയുടെ ഫസ്റ്റ് ബോക്സത്തെ കണ്ട് സെക്കൻഡ് ബോക്സിങ് കണ്ട് 2ഉം തമ്മിൽ ഗുണിച്ച് അപ്പോൾ എത്ര കിട്ടി? 3/10 കിട്ടി. അപ്പോൾ ഗുണനഫലം ഒറ്റ സംഖ്യ ആവാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി ഓഫ് ഗുണനഫലം ഒറ്റ സംഖ്യ ഈക്വൽ ടു 3/10. 1ാമത്തെ ചോദ്യം ഉത്തരം തന്നെയാണ് എന്ത് വരിക? 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരിക. 3ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത. ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഒറ്റ സംഖ്യയും 2ാമത്തെ പെട്ടിയിൽ നിന്ന് ഇരട്ട സംഖ്യയും വരാനുള്ള സാധ്യത നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് തുക എന്താവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തുക ഒറ്റ സംഖ്യ ആവണം. തുക ഒറ്റ സംഖ്യ ആകണമെങ്കിൽ ഒരു സംഖ്യ ഒറ്റ സംഖ്യയും മറ്റേ സംഖ്യ എന്താവണം? ഇരട്ട സംഖ്യ ആയിരിക്കണം. എന്താവണമെങ്കിൽ? തുക ഒറ്റ സംഖ്യ ആവണമെങ്കിൽ. അപ്പോൾ ഫസ്റ്റ്
ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഒരു ഓഡ് നമ്പർ എടുക്കുക, സെക്കൻഡ് ബോക്സിൽ നിന്ന് ഈവൺ നമ്പർ എടുക്കുക, സെക്കൻഡ് ബോക്സിൽ നിന്ന് ഈവൺ നമ്പർ. അതേപോലെ തന്നെ ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഓഡ് നമ്പർ, ഈവൺ നമ്പർ, സെക്കൻഡ് ബോക്സിൽ നിന്ന് ഓഡ് നമ്പർ എടുക്കുക. ഫസ്റ്റ് ബോക്സിൽ ഒറ്റ സംഖ്യകൾ മൊത്തം 5 എണ്ണം ഉണ്ട്. ഒറ്റ സംഖ്യകൾ 5, മൊത്തം എത്ര സംഖ്യ ഉണ്ട്? 10 എണ്ണം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 5/10 ഇൻറ്റു സെക്കൻഡ് ബോക്സിൽ ഈവൺ നമ്പർ 2 എണ്ണമാണ് ഉള്ളത്. 2 ടോട്ടൽ എത്ര സംഖ്യകളുണ്ട്? 5 എണ്ണം. നമുക്ക് എഴുതാം 2 ഇൻറ്റു 5 ഇൻറ്റു 2 10 10 ഇൻറ്റു 5 50 സമം 10ഉം 50ഉം 10ൻ്റെ ഗുണനപ്പട്ടികയിൽ പോവും. അപ്പോൾ 1 ഇൻറ്റു 10 10, 10 ഇൻറ്റു 5 50. അപ്പോൾ 1/5 ആണ് ഫസ്റ്റത്തെ ബോക്സിൻ്റെ. ഇതേപോലെ സെക്കൻഡ് ബോക്സിൽ ആദ്യത്തെ പെട്ടിയിൽ ആദ്യം എടുക്കേണ്ടത് ഈവൺ നമ്പർ. ഈവൺ നമ്പർ എത്ര എണ്ണൊക്കെ? ഈവൺ നമ്പറിൻ്റെ എണ്ണം 5 എണ്ണമാണ്. ഇരട്ട സംഖ്യകൾ 5, ടോട്ടൽ 10 നമ്പർ ഇൻറ്റു സെക്കൻഡ് ബോക്സിൽ ഓഡ് നമ്പറിൻ്റെ എണ്ണം 2 എണ്ണം, ടോട്ടൽ 5 നമ്പർ. 5 ഇൻറ്റു 2 10 10 ഇൻറ്റു 5 50. രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഈവൺ നമ്പർ, രണ്ടാമത്തെ സംഖ്യ എന്തെടുക്കേണ്ടത്? ഓഡ് നമ്പറാ. ഓഡ് നമ്പർ എത്ര ഉണ്ട്? 3 എണ്ണം. ഒന്നും ഇങ്ങോട്ട് നോക്കി നോക്കാം. ഒറ്റ സംഖ്യ 3 എണ്ണം, 5, 15, 25 ആണ്. 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3/5. അപ്പോൾ 3 ഇൻറ്റു 5 15, 15 10 ഇൻറ്റു 5 50. 15/50 ഒന്നും കൂടി ചെറുതാക്കേണ്ടി വരും. അപ്പോൾ 5 ഇൻറ്റു 3 15, 10 ഇൻറ്റു 5 50. 15/50 ചെറുതാക്കുമ്പോൾ 3 ഇൻറ്റു 5 15, 10 ഇൻറ്റു 5 50. അപ്പോൾ 5ഉം 5ഉം ക്യാൻസലായ ബാക്കി 3/10. എന്ത് ചെയ്താൽ മതി? രണ്ടും തമ്മിൽ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 1/5 പ്ലസ് 3/10 സമം. ഇനി രണ്ടിനും എന്താക്കണം? ഒരുപോലെ ആക്കണം. അപ്പോൾ ഇവിടെ 5, ഇവിടെ 10. 5ന് 10 ആക്കണമെങ്കിൽ മേലെയും താഴെയും 2 ആയിട്ട് ഗുണിച്ചാൽ മതി. ഒരു 2 2/5 2 10 പ്ലസ് 3/10. 2 പ്ലസ് 3 5, 5/10. 5/10 ചെറുതാക്കുമ്പോൾ ഒരു 5 5, 2 5 10. ചോദ്യം എന്തായിരുന്നു വെച്ചാൽ ഈ കടലാസുകളിൽ എഴുതിയ സംഖ്യകളെ തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത 1/2 ആയിരിക്കും. ഈ ക്വസ്റ്റിനോട് കൂടിയിട്ട് നമ്മുടെ ഈ 4ാമത്തെ അധ്യായം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ നന്നായിട്ട് കാണുക, നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഏതെങ്കിലും വീഡിയോ വേണമെങ്കിലും എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.